അടുത്തത് 16ാമത്തെ ചോദ്യം. In the figure, triangle ABC is an equilateral triangle. Coordinates of A are 1, 3 and coordinates of B are 5, 3. Find the length of AB. Write the coordinates of the midpoint of AB. Find the coordinates of the vertex C. ചിത്രത്തിൽ ത്രികോണം ABC ഒരു സമഭുജ ത്രികോണമാണ്. എയുടെ സൂചക സംഖ്യകൾ 1, 3 ബിയുടെ സൂചക സംഖ്യകൾ 5, 3 എബിയുടെ നീളം കാണുക. എബിയുടെ മധ്യബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എഴുതുക. സിയുടെ സൂചക സംഖ്യകൾ എഴുതുക. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ അഥവാ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് തന്നിട്ടുള്ളത്. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? അവയുടെ 3 സൈഡുകളും തുല്യമായിരിക്കും. അതായത് എ ബിയും എ സിയും ബി സിയും തുല്യമായിരിക്കും. ഇവിടെ എന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ 1, 3 ബിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ 5, 3 ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി. എ ബിയുടെ നീളം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെങ്ത് ഓഫ് എ ബി അതായത് എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ ആണ്. ഇത് നമുക്ക് x1 y1 എന്ന് പറയാം. ഇത് നമുക്ക് x2 y2 എന്ന് പറയാം. ഈക്വൽ ടു റൂട്ട് ഓഫ് y2 മൈനസ് y1 അതായത് 3 മൈനസ് 3 എന്താണ്? 0 സ്ക്വയർ പ്ലസ് x2 മൈനസ് x1 അതായത് 5 മൈനസ് 1 എത്രയാണ്? 4 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 4 സ്ക്വയർ. റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4 സെന്റിമീറ്റർ ആണ് എ ബിയുടെ നീളം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എ ബി എന്ന ഈ ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. ഇതാണ് എ, ഇതാണ് ബി. എന്റെ കോർഡിനേറ്റ്സ് 1, 3 അതുപോലെ ബിന്റെ കോർഡിനേറ്റ്സ് 5, 3 ഇതിന്റെ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മധ്യബിന്ദുവിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മിഡ് പോയിന്റ് ഈക്വൽ ടു x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2 ഈക്വൽ ടു ഇവിടെ x1 പ്ലസ് x2 എന്താണ്? x1 1 x2 5 1 5 കൂട്ടിയാൽ 6/2 3 ഇനി y1 പ്ലസ് y2 ബൈ 2 y1 3 y2 3 3 പ്ലസ് 3 എത്രയാ? 6 6/2 3 അതായത് എ ബി എന്ന ഈ ലൈനിന്റെ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യകൾ 3, 3 മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് വെർട്ടെക്സ് സി. ഈ സിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. നമ്മളിവിടെ ഒരു ഇമാജിനറി എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കുകയാണ്. അതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എ ബി സി എന്ന ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കും. ഇത് എ ബി സി. ഇനി നമുക്ക് ഈ സിയിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് എ ബിയുടെ മിഡ് പോയിന്റ് ആയിരിക്കില്ലേ? കാരണം എ ബി സി എന്നതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതായത് ഇതിന്റെ 3 സൈഡുകളും തുല്യമാണ്. അതുകൊണ്ട് സി എന്ന വെർട്ടെക്സിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ എ ബി എന്ന ഈ ലൈനിന്റെ മിഡ് പോയിന്റിലേക്കാണ് വരയ്ക്കുക. ഈ പോയിന്റ് എന്താണ്? 3, 3 ഇനി നമുക്ക് സിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് സി എക്സ് ആക്സിസിൽ എവിടെയാണ്, അതുപോലെ സി വൈ ആക്സിസിൽ എവിടെയാണ്. ആദ്യം നമുക്ക് സി എക്സ് ആക്സിസിൽ എവിടെയാണെന്ന് നോക്കാം. അതായത് സി എന്ന പോയിന്റ് ഇതാണ്. നേരെ നമ്മൾ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിന്റിന് സമാനമായിട്ടാണ് എക്സ് ആക്സിസിൽ നിൽക്കുന്നത്. അതായത് ഈ പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണ്? ഇതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 3 അതായത് ഈ പോയിന്റ് മിഡ് പോയിന്റ് എന്ന ഈ പോയിന്റ് എക്സ് ആക്സിസിൽ 3 സമാനവും അതുപോലെ വൈ ആക്സിസിനും 3 സമാനമാണ്. എ ബി എന്ന ലൈനിന്റെ ഈ മിഡ് പോയിന്റ് എക്സ് ആക്സിസിൽ 3 സമാനമായിട്ടാണ് നിൽക്കുന്നത്, വൈ ആക്സിസിൽ 3 സമാനമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് സി എന്ന പോയിന്റ് നേരെ നോക്കിക്കഴിഞ്ഞാൽ അത് എക്സ് ആക്സിസിൽ എവിടെയാണ്? 3 സമാനമായിട്ടാണ്. അപ്പൊ നമുക്ക് സിന്റെ എക്സ് കോർഡിനേറ്റ് കിട്ടി. എക്സ് കോർഡിനേറ്റ് എന്താണ്? എക്സ് കോർഡിനേറ്റ് അഥവാ എക്സ് സൂചക സംഖ്യ 3 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈ കോർഡിനേറ്റ് അഥവാ വൈ സൂചക സംഖ്യയാണ്. അതായത് സി എന്ന പോയിന്റ് വൈ ആക്സിസിൽ എവിടെയാണ്? നേരെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാ? വൈ ആക്സിസിൽ ഇവിടെയാണ്. അപ്പൊ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 3 കിട്ടി. അപ്പൊ നമുക്ക് ഈ ഒരു ലെങ്ത്തും കൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനോട് 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? സി വൈ ആക്സിസിൽ എവിടെയാണെന്ന് കിട്ടില്ലേ? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും തുല്യമല്ലേ? അപ്പൊ നമുക്ക് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ അതായത് എ സി ഈ പോയിന്റിനെയും മിഡ് പോയിന്റിനെ നമുക്ക് എം എന്നിടുകയാണെങ്കിൽ എ എം സി എന്നതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രമായിട്ട് നമ്മൾ മാറ്റി വരയ്ക്കുകയാണ്. ഇത് എ, ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ് എം, ഇതാണ് സി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ലെങ്ത് ആണ്. എ മുതൽ എം വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്? എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 4 എ ബി എന്നതിന്റെ മിഡ് പോയിന്റ് ആണ് എം. അങ്ങനെയാണെങ്കിൽ എ മുതൽ എം വരെ 4ന്റെ പകുതി 2 ആയിരിക്കും.
ഇനി എ സി എന്നത് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. കാരണം ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും എ മുതൽ സി വരെയും ബി മുതൽ സി വരെയും ഉണ്ടാവുക. അതുകൊണ്ട് എ സി എത്രയാണ്? 4 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എം സി എന്ന ഈ ലൈനാണ്. അത് നമുക്ക് എങ്ങനെ കാണാം? നമുക്കറിയാം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അതായത് എ ബി എന്നത് 2 സൈഡുകളും സി എന്ന് പറയുന്നത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണവുമാണ്. ഹൈപ്പോട്ടന്യൂസ് എന്നാൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ നമുക്ക് എ സ്ക്വയർ എന്നത് 2 സ്ക്വയർ എന്ന് എഴുതാം. ബി സ്ക്വയറിനെ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ബി എന്നത് ഇതാണ്, ബി സ്ക്വയറിന് അതുപോലെ എഴുതി. സി സ്ക്വയർ എന്താണ്? 4 സ്ക്വയർ. ദർഫോർ ബി സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യും? ഈ 2 സ്ക്വയറിന് ആ സൈഡിലേക്ക് കൊണ്ടുപോയി 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. അതായത് ബി ഈക്വൽ ടു ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് വന്നാൽ റൂട്ട് 4ന്റെ സ്ക്വയർ 16, 2ന്റെ സ്ക്വയർ 4. 16ൽ നിന്നും 4 പോയാൽ എത്രയാണ്? റൂട്ട് 12. അതായത് നമുക്ക് എന്ത് കിട്ടി? ഈ മിഡ് പോയിന്റ് മുതൽ സി വരെയുള്ള ദൂരം റൂട്ട് 12 ആണ്. അതായത് ഇത് മുതൽ ഇത് വരെയുള്ള ദൂരം റൂട്ട് 12 ആണ്. അപ്പൊ സിന്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? ഇത് മുതൽ ഇതുവരെ 3 ആണ്. ഇനി 3 മുതൽ ഇതുവരെ റൂട്ട് 12 ആണ്. അപ്പൊ 3ഉം റൂട്ട് 12ഉം കൂട്ടിയതാണ് y കോർഡിനേറ്റ് എന്ന് പറയുന്നത്. 3 പ്ലസ് റൂട്ട് 12. അതായത് സിന്റെ എക്സ് കോർഡിനേറ്റ് 3 ആണ്, y കോർഡിനേറ്റ് 3 പ്ലസ് റൂട്ട് 12 ആണ്. അടുത്തത് 17ാമത്തെ ചോദ്യം. Diameters of 2 hemispheres are in the ratio 3:2. Write the ratio of their radii. Write the ratio of their volumes. If the volume of the first hemisphere is 108 cubic centimeters, what is the volume of the second? രണ്ട് അർദ്ധഗോളങ്ങളുടെ വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എഴുതുക. അവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എഴുതുക. ആദ്യത്തെ ഗോളത്തിന്റെ വ്യാപ്തം 108 ഘന സെന്റിമീറ്റർ ആയാൽ രണ്ടാമത്തെ ഗോളത്തിന്റെ വ്യാപ്തം എന്ത്? അപ്പൊ ഇവിടെ നമുക്ക് 2 ഹെമിസ്ഫിയർ ഉണ്ട്. 2 ഹെമിസ്ഫിയറിന്റെ ഡയമീറ്റേഴ്സിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് 2 ഹെമിസ്ഫിയർ വരയ്ക്കാം. ഇതാണ് ഒന്നാമത്തെ ഹെമിസ്ഫിയർ, ഇതാണ് രണ്ടാമത്തെ ഹെമിസ്ഫിയർ. ഈ ഹെമിസ്ഫിയറിന്റെ ഈ ബേസിലുള്ള അഥവാ പാദത്തിലുള്ള സർക്കിളിന്റെ ഡയമീറ്റർ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നമ്മുടെ ഒന്നാമത്തെ ഹെമിസ്ഫിയറിന്റെ ഡയമീറ്ററിനെ നമുക്ക് D1 എന്നും രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ ഡയമീറ്റർ അഥവാ വ്യാസത്തിനെ നമുക്ക് D2 എന്നും സൂചിപ്പിക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഡയമീറ്റേഴ്സ് ഓഫ് 2 ഹെമിസ്ഫിയർ ആർ ഇൻ ദ റേഷ്യോ 3:1 എന്നാണ്. അതായത് ഡയമീറ്റർ ഓഫ് ഫസ്റ്റ് ഹെമിസ്ഫിയർ ഈസ് ടു ഡയമീറ്റർ ഓഫ് സെക്കൻഡ് ഹെമിസ്ഫിയർ എന്നത് 3:2 ആണ്. അതായത് ആദ്യത്തെ അർദ്ധഗോളത്തിന്റെ വ്യാസം എന്നതും രണ്ടാമത്തെ അർദ്ധഗോളത്തിന്റെ വ്യാസം എന്നതും 3:2 റേഷ്യോയിലാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? D1/D2 ഈക്വൽ ടു 3/2. അതായത് ഇങ്ങനെ ഒരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇതിങ്ങനെ എഴുതാം. അതായത് D1/D2 ഈക്വൽ ടു 3:2നെ 3/2 ഈ ഒരു രീതിയിൽ എഴുതാം. ഇനി ആദ്യത്തെ ചോദ്യം, റൈറ്റ് ദ റേഷ്യോ ഓഫ് ദെയർ റേഡിയസ്. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഹെമിസ്ഫിയേഴ്സിന്റെ റേഡിയസ് അഥവാ ആരങ്ങളുടെ റേഷ്യോ എഴുതണം. നമുക്കറിയാം, ഒരു ഹെമിസ്ഫിയറിന്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡയമീറ്ററിന്റെ പകുതിയല്ലേ? അതായത് R1 ഈക്വൽ ടു D1/2 ആണ്. ഇനി രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് അഥവാ ആരം കാണാനുള്ള ഇക്വേഷൻ എന്താ? D2/2. അതായത് രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ വ്യാസം /2. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R1/R2 ആണ്. അതായത് ഒന്നാമത്തെ ഹെമിസ്ഫിയറിന്റെ റേഡിയസും രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ റേഡിയസും തമ്മിലുള്ള റേഷ്യോ ആണ്. ഈക്വൽ ടു ഇതിൽ R1 അതായത് ആദ്യത്തെ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് എന്താ? D1/2 ആണ്. അതായത് ഒന്നാമത്തെ ഹെമിസ്ഫിയറിന്റെ ഡയമീറ്ററിന്റെ പകുതിയാണ്. ഇനി R2 എന്താണ്? D2/2 ആണ്. അതായത് രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ ഡയമീറ്ററിന്റെ പകുതിയാണ്. ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ ഇനി മാറ്റി എഴുതാം? ഇതെന്താ? D1/2 ഹരിക്കണം D2/2 അതല്ലേ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈക്വൽ ടു D1/2. ഈ ഹരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഗുണനമാക്കി ചേഞ്ച് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ അടുത്ത് വരുന്ന ടേമിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം എടുക്കും. അതായത് D2/2ന്റെ റെസിപ്രോക്കൽ എന്ത് വരും? 2/D2. ഇനി 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ വന്നു? D1/D2 എന്ന് തന്നെ വന്നില്ലേ? D1/D2 എന്താണ്? 3/2 ആണെന്ന് നമുക്കറിയാം. അതായത് ഇവിടെ നമുക്ക് R1/R2 എന്ത് കിട്ടി? 3/2 എന്ന് കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? R1:R2 എന്നത് എന്താണ്? 3:2 എന്ന റേഷ്യോ തന്നെയാണെന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്?
റൈറ്റ് ദ റേഷ്യോ ഓഫ് ദെയർ വോളിയംസ്. അവയുടെ വോളിയംസ് തമ്മിലുള്ള അഥവാ അവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള റേഷ്യോ എഴുതണം. അതായത് R1/R2 എന്ന് എഴുതിയ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, V1/V2. V1 എന്നത് എന്താണ്, ആദ്യത്തെ ഹെമിസ്ഫിയറിന്റെ വോളിയം അഥവാ വ്യാപ്തമാണ്. V2 എന്നത് എന്താണ്, രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ വോളിയം അഥവാ വ്യാപ്തമാണ്. ഒരു ഹെമിസ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്, 4/3πr³ ആണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഹെമിസ്ഫിയറിന്റെ വോളിയം നമുക്ക് V1 എന്ന് എഴുതാം. അതിന്റെ വോളിയം എങ്ങനെ എഴുതാം, 4/3πr⁻³ എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ വോളിയം എങ്ങനെ എഴുതാം, 4/3πr⁵ എന്ന് എഴുതാം. ഇനി ഇവിടെ നമുക്ക് V1/V2 പകരം ഇപ്പൊ ഇവിടെ നമ്മൾ R1/R2 എങ്ങനെ എഴുതി, ഡയമീറ്ററിന്റെ ഒന്നാമത്തെ ഹെമിസ്ഫിയറിന്റെ ഡയമീറ്ററിന്റെ പകുതി ബൈ രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ ഡയമീറ്ററിന്റെ പകുതി എന്ന് എഴുതിയില്ലേ. അതേപോലെ തന്നെ നമുക്ക് വോളിയം 1 എന്താ, 4/3πr⁻³ എന്ന് എഴുതി ഹരിക്കണം. ഇനി രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ വോളിയം എന്താണ്, 4/3πr⁵. ഇനി നമുക്ക് ഒരുപോലെ ഉള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. 4/3 π. ബാക്കി എന്തൊക്കെയുള്ളത്, R1³ ആണ്. ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം, R1/R2³ എന്ന് എഴുതിക്കൂടെ. ഇതിന്റെ മുൻപായിട്ട് നമ്മൾ R1/R2 എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് R1/R2 എന്ന് പറയുന്നത്, 3/2 ആണ്. അപ്പൊ നമുക്ക് R1/R2³ 3/2³ എന്ന് എഴുതിക്കൂടെ, ഈക്വൽ ടു 3³ ഡിവൈഡഡ് ബൈ 2³ 3³ എന്താ, 3 × 3 9 ആണ്. 9 × 3 27 ആണ്. 2³ എന്താണ്, 2 × 2 4 ആണ്. 4 × 2 എത്രയാ, 8 ആണ്. അതായത് നമുക്ക് എന്ത് കിട്ടി, V1/V2 എന്നത്, അതായത് ഒന്നാമത്തെ ഹെമിസ്ഫിയറിന്റെ വോളിയം ബൈ രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ വോളിയം എന്നത് 27/8 ആണെന്ന് കിട്ടി. ഇതിനെ നമുക്ക് എങ്ങനെ റേഷ്യോ രൂപത്തിൽ എഴുതാം, V1:V2 ഈക്വൽ ടു 27:8 എന്ന് എഴുതാം. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇഫ് ദ വോളിയം ഓഫ് ദ ഫസ്റ്റ് ഹെമിസ്ഫിയർ ഈസ് 108 cubic centimeters, അതായത് ഒന്നാമത്തെ ഹെമിസ്ഫിയറിന്റെ വോളിയം ഇവിടെ തന്നിട്ടുണ്ട് 108 cm³ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സെക്കൻഡ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ വോളിയം അഥവാ വ്യാപ്തമാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിച്ചൂടെ. ആദ്യം തന്നെ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് V2 എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. V1/V2 ഈക്വൽ ടു 27/8 അല്ലേ. ഇനി നമുക്ക് ഈ V2 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ V1 ഈക്വൽ ടു 27/8 ഇൻറ്റു V2 എന്നായില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ 27/8 ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ V1 ഡിവൈഡഡ് ബൈ 27/8 എന്നത് V2 ആയി. അതായത് രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്, V1 ഡിവൈഡഡ് ബൈ 27/8 ആണ്. Therefore V2 ഈക്വൽ ടു V1 എത്രയാ, 108 ആണ്. 108 ഹരിക്കണം 27/8. ഈ ഹരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഗുണനമാക്കാറുണ്ട്. 108 ഇൻറ്റു, അപ്പൊ എന്ത് സംഭവിക്കും, അടുത്ത ടേമിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം എടുക്കണം. അതായത് 27/8 വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ 8/27 ഈക്വൽ ടു 108 എത്ര, 27 108 ഹരിക്കണം 27 4 ആണ്. 4 × 8 എന്ന് പറയുന്നത് 32 cm³ ആണ് രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത്. 18ാമത്തെ ചോദ്യം, A box contains red and blue beads. 16 out of them are red. If the probability of getting a red bead is 2/3, what is the total number of beads? What is the probability of getting a blue bead? If 4 red beads are removed from the box, what is the probability of getting a red bead? അതായത് ഒരു പെട്ടിയിൽ ചുവപ്പും നീലയും നിറത്തിലുള്ള മുത്തുകളുണ്ട്. അതിൽ 16 എണ്ണം ചുവന്ന മുത്തുകളാണ്. പെട്ടിയിൽ നിന്നൊരു മുത്തെടുത്താൽ അത് ചുവപ്പാകാനുള്ള സാധ്യത 2/3 ആണ്. ആകെ മുത്തുകളുടെ എണ്ണം എത്ര, നീലമുത്ത് കിട്ടാനുള്ള സാധ്യത എത്ര, പെട്ടിയിൽ നിന്ന് ചുവന്ന മുത്തുകൾ എടുത്തു മാറ്റിയാൽ ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത എത്ര. അതായത് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സില് കുറച്ച് ചുവന്ന മുത്തുകളും അതായത് റെഡ് ബീഡ്സും കുറച്ച് നീല മുത്തുകളും അതായത് ബ്ലൂ ബീഡ്സും ഉണ്ട്. റെഡ് ബീഡ്സ് 16 എണ്ണമാണെന്ന് തന്നിട്ടുണ്ട്. ബ്ലൂ ബീഡ്സിന്റെ എണ്ണം നമുക്ക് തന്നിട്ടില്ല. അതുപോലെ ടോട്ടൽ ബീഡ്സ് അതായത് ഇതിൽ ആകെയുള്ള ബീഡ്സ് മുത്തുകളുടെ എണ്ണവും നമുക്ക് തന്നിട്ടില്ല. ഇഫ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ് ഈസ് 2/3, അതായത് റെഡ് ബീഡ് കിട്ടാനുള്ള സാധ്യത, ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത 2/3 ആണെന്നും തന്നിട്ടുണ്ട്.
ഇനി ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്? അതായത് ആകെയുള്ള മുത്തുകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? പ്രോബബിലിറ്റി ഈക്വൽ ടു, അഥവാ സാധ്യത എന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ്, അഥവാ അനുകൂല സംഭവങ്ങളുടെ എണ്ണം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ്, അതായത് ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം. ഇവിടെ പി ഓഫ് റെഡ് നമുക്ക് തന്നിട്ടുണ്ട്. പി ഓഫ് റെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഓഫ് റെഡ്, അതായത് നമ്പർ ഓഫ് റെഡ് ബീഡ്സ്, അതായത് ചുവന്ന മുത്തുകളുടെ എണ്ണം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്, എൻ ഓഫ് ടോട്ടൽ. ഇത് എത്രയാണ് തന്നിട്ടുള്ളത്? 2/3 ആണ് തന്നിട്ടുള്ളത്. ഇനി നമ്പർ ഓഫ് റെഡ് ബീഡ്സ് 16 എണ്ണമാണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 16 ഹരിക്കണം എൻ ഓഫ് ടോട്ടൽ ഈക്വൽ ടു 2/3 എന്ന് എഴുതിക്കൂടെ? ഇതിൽ നിന്ന് നമുക്ക് എൻ ഓഫ് ടോട്ടൽ കണ്ടുപിടിച്ചൂടെ? അതായത് ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നമുക്ക് എൻ ഓഫ് ടോട്ടലിന്റെ ഇക്വേഷന്റെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? എൻ ഓഫ് ടോട്ടൽ ഈക്വൽ ടു, ഈ 2/3 ഇക്വേഷന്റെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകാൻ 16 ഹരിക്കണം 2/3 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 16 ഹരിക്കണം 2/3. ഈ ഹരണം ഗുണനമാക്കണം. അപ്പോൾ എന്ത് വരും? അടുത്തുള്ള ടേമിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം എടുക്കണം. 2/3 എന്താവും? 3/2. 16ന്റെ പകുതി എത്ര? 8 അല്ലെ? 8 × 3 24. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് അഥവാ ആകെയുള്ള മുത്തുകളുടെ എണ്ണം 24 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബീഡ്? അതായത് ഒരു ബ്ലൂ ബീഡ് കിട്ടാനുള്ള സാധ്യത. നീലമുത്ത് കിട്ടാനുള്ള സാധ്യത നമ്മൾ എങ്ങനെ എഴുതാം? എൻ ഓഫ് ബ്ലൂ, അതായത് നമ്പർ ഓഫ് ബ്ലൂ ബീഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്, അഥവാ ആകെയുള്ള നീലമുത്തുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെയുള്ള മുത്തുകളുടെ എണ്ണം. ഇനി ഇവിടെ നമുക്ക് റെഡ് ബീഡിന്റെ എണ്ണം 16 ആണെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ ബീഡ്സ് 24 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്ലൂ ബീഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ബീഡ്സിൽ നിന്നും 16 കുറച്ചാൽ പോരെ? ബ്ലൂ ബീഡ്സിന്റെ എണ്ണം 8. 24ൽ നിന്നും 16 പോയാൽ 8 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഓഫ് ബ്ലൂ 8, ടോട്ടൽ എത്രയാ? 24. അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബീഡ്, അതായത് നീലമുത്ത് കിട്ടാനുള്ള സാധ്യത 8/24. മൂന്നാമത്തെ ചോദ്യം, ഇഫ് 4 റെഡ് ബീഡ്സ് ആർ റിമൂവ്ഡ് ഫ്രം ദ ബോക്സ്, അതായത് ഒരു പുതിയ ബോക്സ് ആണ്. നമ്മുടെ പഴയ ബോക്സിൽ നിന്നും 4 റെഡ് ബീഡ്സ്, 4 ചുവന്ന മുത്തുകൾ എന്ത് ചെയ്യണം? മാറ്റുകയാണ്. അപ്പോൾ നമുക്കറിയാം മുൻപുള്ള ബോക്സിൽ 16 ചുവന്ന മുത്തുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 4 എണ്ണം മാറ്റിക്കഴിഞ്ഞാൽ എത്ര വരും? 16ൽ നിന്നും 4 എണ്ണം പോയാൽ 12 ചുവപ്പ് മുത്തുകൾ. ബ്ലൂ ബീഡ്സിന് ചേഞ്ച് ഇല്ല. ബ്ലൂ ബീഡ്സ് സെയിം തന്നെയാണ്, 8 ബ്ലൂ ബീഡ്സ്. ടോട്ടൽ ബീഡ്സ് അപ്പോൾ എത്രയാവും? 12ഉം 8ഉം കൂട്ടിയാൽ 20 ടോട്ടൽ ബീഡ്സ് അല്ലെങ്കിൽ ആകെയുള്ള മുത്തുകൾ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ്? ഒരു ചുവന്ന മുത്ത് ഇതിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത. പി ഓഫ് റെഡ് എങ്ങനെയാണ് കാണുക? എൻ ഓഫ് റെഡ്, അതായത് റെഡ് ബീഡ്സ്, അതായത് റെഡ് ബീഡ്സിന്റെ എണ്ണം ബൈ എൻ ഓഫ് ടോട്ടൽ, അഥവാ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്, ആകെയുള്ള മുത്തുകളുടെ എണ്ണം. ഇതിലെ ചുവന്ന മുത്തുകളുടെ എണ്ണം 12 ആണ്. ടോട്ടൽ ബീഡ്സിന്റെ എണ്ണം 20 ആണ്. അതായത് ഈ രണ്ടാമത്തെ ബോക്സിൽ നിന്നും ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത 12/20 ആണ്. ഇനി 19ാമത്തെ ചോദ്യം, in the figure O is the center of the circle, PA and PB are tangents, angle PAB equal to 65 degree. Find the measures of the angles below. Angle PBA, angle AOB, angle P, angle ACB. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും PA PB ഇവ തൊടുവരകളുമാണ്. ആംഗിൾ PAB 65 ഡിഗ്രിയാണ്. ചുവടെ പറയുന്ന കോണുകൾ കണ്ടുപിടിക്കുക. കോൺ PBA, കോൺ AOB, കോൺ P, കോൺ ACB. ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം നമുക്ക് അറിഞ്ഞിരിക്കാം. ഇതൊരു സർക്കിൾ ആണ്. ഇത് സർക്കിളിന്റെ സെന്റർ ആണ്. ഈ സർക്കിളിലെ ഒരു കോഡാണിത്. ഈ കോഡിൽ നിന്നും ഈ സർക്കിളിന്റെ സെന്ററിലേക്ക് വരുന്ന ആംഗിൾ, കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ ആണ് ഇത്. ഇതിനെ നമ്മൾ X ഡിഗ്രി ആണെങ്കിൽ ഇതേ കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ഇത്. ഇത് എത്രയായിരിക്കും? X/2 ഡിഗ്രി ആയിരിക്കും. അതായത് കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നതാണ്. ഇനി ഈ കോഡ്സ് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റുകളിൽ നിന്നും 2 ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കുകയാണ്. ഈ തൊടുവരകൾ തമ്മിലുള്ള ആംഗിൾ 180 - X ഡിഗ്രിയാണ്. അതായത് 180ൽ നിന്നും കേന്ദ്രകോൺ കുറച്ചതാണ്. ഇനി ഈ ടാൻജൻസും അതുപോലെ ഈ കോഡും തമ്മിലുള്ള ആംഗിൾസ്, അതായത് ഈ തൊടുവരയും ഈ ഞാണും തമ്മിലുള്ള ആംഗിൾസ്
x/2 ഡിഗ്രി ആയിരിക്കും. അതായത് കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയും നമുക്ക് ഇതേപോലെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിന്റെ സെന്റർ ആണിത് O. ഇനി AB എന്നൊരു കോഡ് വരച്ചിട്ടുണ്ട്. AB. ഈ കോഡിൽ നിന്നും വൃത്തകേന്ദ്രത്തിലേക്ക് ഒരു ആംഗിൾ വന്നിട്ടുണ്ട്, ആംഗിൾ AOB. ഇനി ഇതേ കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് ഒരു ആംഗിൾ വന്നിട്ടുണ്ട്, ആംഗിൾ ACB. ഇനി AB എന്നീ രണ്ട് പോയിന്റ്സിലേക്ക് PA PB എന്ന രണ്ട് ടാൻജൻസ് വന്നിട്ടുണ്ട്. ആംഗിൾ PAB നമുക്ക് തന്നിട്ടുണ്ട് 65 ഡിഗ്രിയാണ്. PA എന്ന ടാൻജന്റ് അഥവാ തൊടുവരയും AB എന്ന കോഡ് അഥവാ ഞാണും തമ്മിലുള്ള ആംഗിൾ ആണ് നമുക്ക് 65 ഡിഗ്രി എന്ന് തന്നിട്ടുള്ളത്. അതായത് 65 ഡിഗ്രി എന്നത് എന്താണ്? x/2 ഡിഗ്രിയാണ്. x/2 ഡിഗ്രിയാണ് 65 ഡിഗ്രി. അപ്പൊ നമുക്ക് x, അതായത് ഈ സർക്കിളിന്റെ കേന്ദ്ര കോൺ എത്രയാണ്? 65 × 2 130 ഡിഗ്രിയാണ്. ഏതൊരു ചോദ്യം തന്നാലും ഈ രണ്ട് ഫിഗറും കമ്പയർ ചെയ്ത് ആദ്യം തന്നെ കേന്ദ്ര കോൺ കണ്ടുപിടിച്ച് വെക്കുക. കാരണം ബാക്കി ഏത് ആംഗിൾസ് കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് x ഡിഗ്രിയാണ്, അതായത് കേന്ദ്ര കോണാണ്. അതുകൊണ്ട് ആദ്യം തന്നെ കേന്ദ്ര കോൺ കണ്ടുപിടിച്ച് വെക്കുക. ഇനി ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ആംഗിൾ PBA? അതായത് ഈ PBA എന്ന ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ടാൻജന്റും കോഡും തമ്മിലുള്ള ആംഗിളും ഈ ടാൻജന്റും കോഡും തമ്മിലുള്ള ആംഗിളും തുല്യമാണ്. രണ്ടും എന്താണ്? കേന്ദ്ര കോണിന്റെ പകുതിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ PBAയും അതുപോലെ തന്നെ ആംഗിൾ PABയും തുല്യമാണ്. എത്രയാണ്? 65 ഡിഗ്രി വീതമാണ്. രണ്ടാമത്തെ ചോദ്യം, ആംഗിൾ AOB, അതായത് AB എന്ന കോഡിൽ നിന്നും വൃത്തകേന്ദ്രത്തിലേക്ക് വന്ന സെൻട്രൽ ആംഗിൾ, അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതെന്താണ്? x ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ x ഡിഗ്രി ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 130 ഡിഗ്രി. ഇനി മൂന്നാമത്തെ ചോദ്യം, ആംഗിൾ P കണ്ടുപിടിക്കാനാണ്. അതായത് PA PB എന്ന ഈ രണ്ട് ടാൻജൻസ് തമ്മിലുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ്? 180 - x ഡിഗ്രിയാണ്. അതായത് 180 - 130 എത്രയാണ്? 50 ഡിഗ്രി. ഇനി നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് ആംഗിൾ ACB? അതായത് AB എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ആംഗിൾ ACB എന്ന ഈ ആംഗിൾ. ഇത് എത്രയാണ്? x/2 ഡിഗ്രിയാണ്. അതായത് കേന്ദ്ര കോണിന്റെ പകുതിയാണ്. കേന്ദ്ര കോണിന്റെ പകുതി എന്നാൽ 130ന്റെ പകുതി 65 ഡിഗ്രിയാണ്. ഈ ഫിഗർ നമുക്ക് അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.